രാവിലെ കൃത്യം 6 മണിക്ക് അലാറം അടിച്ചു. നിദ്ര അതൊന്നും അറിയാതെ ഇപ്പോഴും ഷോണിൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി സുഖനിദ്രയിൽ കിടക്കുകയായിരുന്നു. ശബ്ദം കേട്ട് ഷോൺ പതുക്കെ കണ്ണു തുറന്നു. അവളുടെ ചൂടാർന്ന ശ്വാസം നെഞ്ചിൽ തട്ടുന്നുണ്ടായിരുന്നു. ചെറിയൊരു പുഞ്ചിരിയോട് അവൻ കൈയെത്തിച്ച് നിദ്രയുടെ ഫോൺ എടുത്ത് അലാറം ഓഫ് ചെയ്തു. അതിനുശേഷം വീണ്ടും അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. അവളുടെ മുടിയിഴകൾ കവിളിലേക്ക് വീണപ്പോൾ അവൻ കണ്ണുകൾ മൃദുവായി അടച്ചു. വെള്ള പുതപ്പിച്ച ശരീരം, അതിനു ചുറ്റുമായി ആരൊക്കെയോ ഇരുന്ന് കരയുന്നു. മുറിയിലാകെ ഒരു ഭയങ്കര നിശബ്ദത പടർന്നിരുന്നു. ആ കരച്ചിലുകളുടെ ഇടയിലും ഒരാൾ മാത്രം മിണ്ടാതെയിരുന്നു, നിദ്ര. ആ വെള്ള പുതപ്പിച്ച ശരീരത്തെ അവൾ നോക്കി നിന്നു. ആരാണ് മരിച്ചത്? അമ്മയും ചേട്ടനും കരയുന്നുണ്ട്. എന്തിന്? നിദ്രയുടെ കണ്ണുകൾ ആർക്കോ വേണ്ടി അലഞ്ഞു. നിധി, അവളെവിടെ? നിധിയെ അന്വേഷിച്ചു നിദ്ര അകത്തേക്ക് നടന്നു. അവിടെ എവിടെയും നിധിയില്ലായിരുന്നു. നിദ്ര വീണ്ടും വെള്ള പുതപ്പിച്ച ശരീരത്തിനരികിലെത്തി. വെള്ള പുതപ്പിൻ്റെ അറ്റം നിദ്രയുടെ വിരലുകളിൽ വിറച്ചു നിന്നു. ഒരു നിമിഷം അവളുടെ ശ്വാസം പോലും നിലച്ചു പോയതുപോലെ. പതുക്കെ അവൾ അത് മാറ്റി. ആ മുഖം കണ്ട നിമിഷം അവളുടെ കണ്ണുകൾ വലുതായി, ചുണ്ടുകൾ വിറച്ചു. ശബ്ദം പുറത്തു വരാതെ തൊണ്ടയിൽ കുടുങ്ങി. നിധി. ആ നാമം ഉരുവിട്ടുകൊണ്ട് അവളുടെ കാലുകൾ പിന്നോട്ട് തെന്നിപ്പോയി. മുറിയിലുണ്ടായിരുന്ന കരച്ചിലുകൾ പോലും ആ നിമിഷം നിശബ്ദമായതുപോലെ. നിധി, നിധി! ഇപ്പോൾ അവളുടെ ശബ്ദം പുറത്തു വന്നു. പക്ഷെ അതൊരു വിളിയല്ലായിരുന്നു, ഹൃദയം കീറിപ്പൊട്ടുന്ന ഒരു നിലവിളിയായിരുന്നു. നിലവിളിച്ചുകൊണ്ട് നിദ്ര സ്വപ്നത്തിൽ നിന്നുണർന്നു. അരികിൽ കിടന്നിരുന്ന ഷോൺ പെട്ടെന്ന് ഉണർന്നു. നിദ്ര, എന്താ? എന്തു പറ്റി? അവൻ ആശങ്കയോടെ ചോദിച്ചു. അവളുടെ തോളിൽ കൈവച്ചു. അവൾക്ക് ഒന്നും മിണ്ടാനായില്ല. വിറച്ചുകൊണ്ടിരിക്കുന്ന വിരലുകൾ കൊണ്ട് അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. കണ്ണുകളിൽ ആ ഭയം മായാതെ നിന്നു. നീ സ്വപ്നം കണ്ടോ? ഷോണിൻ്റെ ശബ്ദം വളരെ മൃദുവായിരുന്നു. നിദ്ര പതുക്കെ തല കുനിച്ചു. അടുത്ത നിമിഷം തന്നെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. ഷോൺ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലേക്ക് ചുംബിച്ചു. പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അവൻ്റെ ഹൃദയമിടിപ്പ് കേട്ടുകൊണ്ട് നിദ്ര പതുക്കെ കണ്ണുകൾ അടച്ചു. പക്ഷെ ആ സ്വപ്നത്തിൻ്റെ ഭയം ഇപ്പോഴും അവളുടെ മനസ്സിൻ്റെ കോണിൽ വിറച്ചു നിന്നിരുന്നു. എടാ, സമയം 7:30 കഴിഞ്ഞു. നിനക്ക് കോളേജിൽ പോകണ്ടേ? നിദ്രയുടെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ട് ഷോൺ പറഞ്ഞു. അന്നേരാണ് നിദ്ര സ്വബോധം വീണ്ടെടുക്കുന്നത്. അയ്യോ, അത്രയും വൈകിയോ? ഞാൻ 6 മണിക്ക് അലാറം വെച്ചതാണല്ലോ. ആരത് ഓഫ് ചെയ്തേ? ഞാനോ? ഓ അല്ല, നിങ്ങളോ? അയ്യോ, ഇനി വൈകി എഴുന്നേറ്റെന്നും പറഞ്ഞ് നിങ്ങളുടെ മമ്മി എന്നെ നിർത്തിപ്പൊലിക്കും. അതും പറഞ്ഞ് അവനെ ബെഡിലേക്ക് പിടിച്ചു തള്ളി അവൾ ഡ്രസ്സ് എടുക്കാനായി വാർഡ്രോബിനരികിലേക്ക് നടന്നു. മാറിയെടുക്കാനുള്ള ഡ്രസ്സും എടുത്ത് അവൾ ധൃതിയിൽ വാഷ്റൂമിലേക്ക് നടന്നു. അവൾ കുളി കഴിഞ്ഞിറങ്ങിയതും ഷോൺ എഴുന്നേറ്റിരുന്നു. നിദ്ര അവനെ ശ്രദ്ധിക്കാതെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്നുണ്ട്. അവളെ നോക്കിക്കൊണ്ട് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണാടിയുടെ അരികിലേക്ക് നടന്നു. അവൾ നെറുകയിൽ സിന്ദൂരം ചാർത്തുന്ന ആ നിമിഷം ഷോണിൻ്റെ കണ്ണുകൾ അവളുടെ പ്രതിബിംബത്തിലേക്ക് നീണ്ടു. തനിക്ക് പിന്നിൽ തെളിഞ്ഞ ഷോണിൻ്റെ പ്രതിബിംബത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൾ തൻ്റെ സീമന്തരേഖ ചുവപ്പിച്ചു. തനിക്ക് വേണ്ടിയാണ് അവൾ ആ സിന്ദൂരം അണിയുന്നത് എന്നോർത്ത് അവൻ്റെ ചൊടിയിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അതെ, എൻ്റെ കൂടെ താഴേക്കൊന്നു വരൂ. എനിക്ക് ഒറ്റയ്ക്ക് ചെല്ലാൻ എന്തോ ഒരു പേടി. നിദ്ര കണ്ണാടിയിൽ കാണുന്ന അവൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, എന്നാൽ നമുക്ക് ഒരുമിച്ച് പോവാം. അയ്യോ, ഇനിയും 15 മിനിറ്റോ? ഇപ്പം തന്നെ വൈകി. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. എടോ, ഒരു ദിവസം വൈകിയെന്ന് വെച്ചിട്ടേ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. അവിടെ ചെന്നിട്ട് ഇപ്പം എന്ത് മലമറിക്കാനാ? പിന്നെ നിങ്ങൾക്കത് പറഞ്ഞാൽ മതിയല്ലോ. ശരി, സമ്മതിച്ചു. പിന്നെ അവിടെ ചെന്നേ മുഖം കാണിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കണം. കോളേജിൽ പോകാനുള്ളതാ. ഇന്ന് കോളേജിൽ പോകണോ? നാളെ പോയാൽ പോരെ? പോരല്ലോ, ഇന്ന് തന്നെ പോകണം. ഞാൻ ഹോസ്പിറ്റലിൽ പോകും വഴി നിന്നെ ഡ്രോപ്പ് ചെയ്യാം. വൈകുന്നേരം ഞാൻ തന്നെ പിക്ക് ചെയ്യാനും വരും. അവിടെ നിന്ന് നമുക്ക് നേരെ നിൻ്റെ വീട്ടിൽ പോവാം. വീട്ടിൽ പോവാം എന്ന് കേട്ടപ്പോൾ നിദ്രയുടെ മുഖം വിടർന്നു. ഇനിയും ഇവിടെ നിന്ന് സമയം കളയണ്ടല്ലോ എന്ന് കരുതി താൻ പോവുക എന്ന് പറഞ്ഞവൾ മുറിക്ക് വെളിയിലേക്ക് നടന്നു. നിത്തു, പിറകിൽ നിന്നും ഷോണിൻ്റെ ശബ്ദം മൃദുവായി അവളെ തേടിയെത്തി. മുറിയുടെ വാതിൽക്കലിൽ നിൽക്കുകയായിരുന്നു നിദ്ര ഒന്ന് തിരിഞ്ഞു നോക്കിയത്.
അവളുടെ മുഖത്ത് ആ ചെറിയ വിടർച്ച ഇപ്പോഴും മങ്ങിയിട്ടില്ലായിരുന്നു. വീട്ടിലേക്ക് പോകാമെന്നൊരു ചിന്ത അവളുടെ മനസ്സിന് അല്പം ആശ്വാസം നൽകി. ഷോൺ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. എന്ത് സ്വപ്നമാണ് കണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. ചോദ്യം കേട്ട് അവൾ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കൂന്നാണ് കേട്ടിട്ടുള്ളത്. അവൻ പാതി തമാശയോടെയും പാതി കൗതുകത്തോടെയും പറഞ്ഞു. ആ വാക്കുകൾ കേട്ട നിമിഷം നിദ്രയുടെ കണ്ണിലെ തിളക്കം അല്പം മങ്ങി. അവളുടെ വിരലുകൾ അനായാസം തമ്മിൽ കോർത്തു പിടിച്ചു. അത് ഒന്നുമില്ല, അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷെ ഷോൺ അവളുടെ മുഖത്ത് നിന്ന് കണ്ണു മാറ്റിയില്ല. നിത്തു, നിന്റെ കണ്ണുകൾ പറയുന്നുണ്ട് ആ സ്വപ്നം നിന്നെ പേടിപ്പിച്ചെന്ന്. അവൻ്റെ ആ ശാന്തമായ ശബ്ദം കേട്ടതും നിദ്രയുടെ ഹൃദയം വീണ്ടും ഭാരമായി. ആ വെള്ള പുതച്ച രൂപം, ആ കരച്ചിലുകൾ, ആ മുഖം. ഒരു നിമിഷം അവളുടെ ശ്വാസം പോലും മന്ദമായി. ഹേ ഇല്ല, ഒന്നുമില്ല എന്നും പറഞ്ഞ് അവൾ പതർച്ച മറച്ചു പിടിക്കാൻ ശ്രമിച്ചു. ഞാൻ താഴേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞവൾ താഴേക്ക് നടക്കുമ്പോൾ അവൾ അത്രമാത്രം ഭയന്ന ആ സ്വപ്നം എന്തായിരിക്കുമെന്ന് ആലോചിക്കുമായിരുന്നു ഷോൺ. നിദ്ര അടുക്കളയിലോട്ട് ചെല്ലുമ്പോൾ സാറ അടുക്കളയിൽ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഗ്യാസ് അടുപ്പിൽ ഒന്നിൽ ഇഡലി വേവുന്നുണ്ട്, മറ്റേതിൽ കറി തിളയ്ക്കുന്നുണ്ട്. നിദ്ര പേടിച്ചു അവരുടെ അരികിൽ ചെന്ന് നിന്നു. നിദ്രയെ കണ്ടതും സാറയുടെ മുഖത്ത് വൈകി എഴുന്നേറ്റതിൻ്റെ ഇഷ്ടക്കേട് പ്രകടമായി. അവളോടൊന്നും സംസാരിക്കാതെ സാറ തൻ്റെ ജോലി തുടർന്നു. മമ്മി, എനിക്ക് എന്തേലും ജോലി ഉണ്ടെങ്കിലേ പറഞ്ഞോളൂ, ഞാൻ ചെയ്യാം. ഓ, മൂട്ടിലോട്ട് വെയിലടിക്കുന്ന നേരത്തെ എഴുന്നേറ്റ് എന്തേലും ജോലി ഉണ്ടോന്ന്? ഇവിടെ ഇപ്പോൾ ഒരു ജോലിയുമില്ല, ഞാൻ ചെയ്തു കഴിഞ്ഞു. നീ കാപ്പി കുടിച്ചിട്ടേ തറയൊക്കെ അടിച്ചിട്ട് തുടച്ചിട്. സാറ കനപ്പിച്ച് അത്രയും പറഞ്ഞ് റീത്തക്കുള്ള കാപ്പിയുമായി അവരുടെ മുറിയിലേക്ക് നടന്നു. മമ്മി, വല്യമ്മച്ചിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ഓ, ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ. ഒരാൾക്ക് വയ്യെന്ന് കേൾക്കുമ്പോഴേ എഴുന്നേറ്റ് വരാൻ തോന്നിയില്ലല്ലോ എന്നും പിറുപിറുത്ത് അകത്തേക്ക് നടന്നു. മനസ്സാകെ അസ്വസ്ഥമായിരുന്ന നിദ്രയ്ക്ക് ഇതുകൂടി ആയതും അവളുടെ വിഷമം ഇരട്ടിച്ചു. മുറിയിലെത്തിയ സാറ കോഫി കപ്പ് ടേബിളിൽ വെച്ചു. അപ്പോഴേക്കും റീത്ത വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. അമ്മച്ചി ഇപ്പം എങ്ങനെയുണ്ട്, കുറവുണ്ടോ? സാറയുടെ ആ ചോദ്യത്തിന് റീത്ത അമർത്തി മൂളി കോഫി എടുത്ത് കുടിച്ചുകൊണ്ട് ബെഡിൽ വന്നിരുന്നു. ആ പെണ്ണെവിടെ? ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഓ, എൻ്റെ അമ്മച്ചി അതിൻ്റെ കാര്യമൊന്നും പറയണ്ട. ഇപ്പം എഴുന്നേറ്റ് വന്നിരിക്കുന്നു, ഒരു വകയ്ക്ക് കൊള്ളില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞതല്ലേ കാര്യങ്ങളൊക്കെയും. പിന്നെ എന്തിനാ അമ്മച്ചി അവളോട് കൂടുതൽ ലോഹ്യം കാണിക്കാൻ പോകുന്നത്? എനിക്കേ ആ കൊച്ചിന് ഇഷ്ടമല്ല. അതിനെങ്ങനെയാലും ഇവിടെ നിന്ന് ഓടിച്ചു വിടണം. ഞാൻ ചിലത് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതെ അമ്മച്ചി എൻ്റെ കൂടെ നിന്നേക്കണം. അവൾ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാലേ ഗെയിം, റീല്, കമൻറ്റ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തിയേക്കരുത്. എന്തെങ്കിലും കാര്യമായി പണി കൊടുത്തേക്കണം. ഞാനേ അമ്മച്ചിക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലേ ഞാൻ അങ്ങോട്ട് പോകട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് സാറ അവിടെ നിന്ന് പോകുമ്പോൾ ഒരുതരം ഭാവത്തോടെ റീത്ത സാറയുടെ ആ പോക്ക് നോക്കി നിന്നു. കോഫി കൂടി കഴിഞ്ഞ നിദ്ര വീട് മുഴുവൻ അടിച്ചു വാരി തുടങ്ങി. കുളി കഴിഞ്ഞ ഷോൺ വാർഡ്രോബ് തുറന്ന് തനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള ഡ്രസ്സ് എടുത്ത് അയൺ ചെയ്തു. അക്കൂട്ടത്തിൽ നിദ്രയ്ക്ക് കോളേജിൽ പോകാനുള്ള ചുരിദാർ കൂടി എടുത്ത് അതുകൂടി അയൺ ചെയ്ത് വെച്ചേക്കാമെന്ന് കരുതി അവളുടെ വാർഡ്രോബ് തുറന്ന് ഡ്രസ്സ് എടുക്കാൻ നേരാണ് ഒരു മരുന്നിൻ്റെ കവറ് കാണുന്നത്. അവനത് തുറന്നു നോക്കി. അതൊരു ടാബ്ലറ്റ് ആയിരുന്നു. അതിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഒരെണ്ണം ബാക്കിയുണ്ട്. ഇതെന്ത് ടാബ്ലറ്റ് എന്ന പോലെ ഷോൺ അതിൻ്റെ പേര് നോക്കിയതും അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. കയ്യിലിരിക്കുന്ന ടാബ്ലറ്റിൻ്റെ കവർ ഷോൺ വീണ്ടും വീണ്ടും തിരിച്ചു നോക്കി. അവൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. ഇത് സ്ലീപ്പിംഗ് പിൽസോ? അവൻ പതുക്കെ സ്വയം മുറുമുറുത്തു. അവൻ്റെ ചിന്തകൾ പല വഴിക്ക് സഞ്ചരിച്ചു. എത്ര ആലോചിച്ചിട്ടും അതിനുത്തരം കിട്ടാത്തതുപോലെ. ഒരു നിമിഷം അവൻ ടാബ്ലറ്റ് വിരലുകൾക്കിടയിൽ പിടിച്ചുകൊണ്ട് നിശ്ചലമായി നിന്നു. പിന്നെ വേഗം കവർ മടക്കി പഴയ സ്ഥാനത്ത് തന്നെ വെച്ചു. നിദ്രയ്ക്ക് അറിയരുത് താൻ ഇത് കണ്ടെന്ന്. അവൻ വീണ്ടും അവളുടെ ഡ്രസ്സ് എടുത്ത് അയൺ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ശ്രദ്ധ മുഴുവനും മറ്റെവിടെയായിരുന്നു. ഡ്രസ്സ് അയൺ ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് ചെല്ലുമ്പോൾ നിദ്ര അടിച്ചു വാരി കഴിഞ്ഞിരുന്നു. തറ തുടയ്ക്കാനുള്ള ബക്കറ്റും വെള്ളവുമായി അവൾ വരുന്നത് കണ്ട് ഷോണിൻ്റെ മുഖം ചുളുങ്ങി. നിനക്ക് കോളേജിൽ പോകണ്ടേ? ഗൗരവത്തിലുള്ള ഷോണിൻ്റെ ചോദ്യം കേട്ട് നിദ്ര എന്ത് പറയണം എന്നറിയാതെ നിന്നു. ചോദിച്ചത് കേട്ടില്ലേ? അത് പിന്നെ ഈ തറ തുടച്ചിട്ട് നിദ്ര വാക്കുകൾ പൂർത്തിയാക്കിയില്ല. മതി. ഷോണിൻ്റെ ശബ്ദം കടുപ്പമായിരുന്നു. എന്തേലും ജോലി ഉണ്ടെങ്കിലേ വൈകിട്ട് വന്ന് ചെയ്താൽ പോരെ? നിദ്രയുടെ കയ്യിലെ ബക്കറ്റിൻ്റെ പിടി പതുക്കെ മുറുകി. അവൾ തല കുനിച്ചു നിന്നു. പക്ഷേ
മമ്മി പറഞ്ഞിരുന്നു വീട് വൃത്തിയാക്കണമെന്ന്. വളരെ പതുക്കെയായിരുന്നു അവളുടെ മറുപടി. നീ ഇങ്ങനെ തറയും തുടച്ച് ഇവിടെ ഇരുന്നു. കോളേജിൽ പോകണം, റെഡിയാവണം, അതൊന്നും ഒരു വിഷയമല്ലല്ലോ നിനക്ക്. ഇങ്ങനെ പോയാലേ പിന്നീട് അങ്ങോട്ട് ഒരു വേലക്കാരിയായി ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് പോയി 2 അക്ഷരം പഠിക്കാൻ നോക്ക്. അവളൊന്നും മിണ്ടിയില്ല. ആ മൗനം തന്നെ അവനെ കൂടുതൽ അസ്വസ്ഥനാക്കി. ഇതൊക്കെ കേട്ടുകൊണ്ട് സാറ അടുക്കള വാതിൽക്കലിലുണ്ടായിരുന്നു. തറ തുടച്ചെന്ന് വെച്ചേ ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോണില്ല ഷോൺ. അല്ലേലും ചില്ലിട്ട് വെക്കാനൊന്നും അല്ലല്ലോ നീ അവളെ കെട്ടിക്കൊണ്ട് വന്നേ. പെണ്ണുങ്ങളായാൽ വീട്ടു ജോലി ചെയ്യണം. ഞാൻ ചെയ്യുന്നതൊന്നും നീ കാണുന്നില്ലല്ലോ ഷോൺ. സാറ ഒരു തരം പുച്ഛത്തോടെ പറഞ്ഞു. വീട്ടു ജോലി ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കോളേജിൽ പോകുന്ന നേരത്ത് എല്ലാ ജോലിയും ഒരുമിച്ച് ചെയ്യേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മമ്മി ചെയ്യുന്നത് കാണില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ജാൻസി ചേച്ചി ഉണ്ടാകുമ്പോൾ മമ്മി ഒന്നും ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ ആരെയോ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെയാ. ഇതിപ്പോൾ അവരെ പറഞ്ഞു വിടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നാളെ മുതൽ അവർ പഴയ പോലെ ജോലിക്ക് വരട്ടെ, ഞാൻ വിളിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഷോൺ. ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ. പിന്നെ നിന്റെ ഭാര്യയ്ക്ക് ജോലി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എനിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട. എൻ്റെ മമ്മി ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ആരോടാ ഈ വാശി? ഇവളോടാണോ? അതിന് മാത്രം എന്ത് തെറ്റാ ഇവള് മമ്മിയോട് ചെയ്തത്? നിങ്ങൾ തന്നെയല്ലേ നിദ്ര എനിക്ക് കണ്ടുപിടിച്ച് തന്നത്? അല്ലാതെ ഞാൻ വല്ലോടത്തു നിന്നും വിളിച്ചിറക്കി കൊണ്ടുവന്ന പെണ്ണൊന്നും അല്ലല്ലോ. നിങ്ങളെന്ന് പറയല്ല ഷോൺ, നിന്റെ പപ്പ കണ്ടുപിടിച്ച പെണ്ണാ. അല്ലാതെ ഞാൻ ആരെയും കണ്ടുപിടിച്ച് കൊടുത്തിട്ടൊന്നുമില്ല. സാറയുടെ വാക്കുകൾ കേട്ടതും ഷോണിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഒരു നിമിഷം എന്ത് പറയണമെന്ന് പോലും അവന് മനസ്സിലായില്ല. നിദ്രയോ തല കുനിച്ചു തന്നെ നിന്നു. ആ വാക്കുകൾ ഓരോന്നും അവളുടെ നെഞ്ചിൽ കുത്തി കയറുന്നത് പോലെ തോന്നി. മമ്മി, ഷോൺ പതുക്കെ വിളിച്ചു. പക്ഷെ ആ ശബ്ദത്തിൽ വേദനയുണ്ടായിരുന്നു. ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? എന്താ, ഞാൻ തെറ്റായി വല്ലതും പറഞ്ഞോ? സാറ ഉടനെ മറുപടി പറഞ്ഞു. വീട്ടിൽ വന്ന പെണ്ണെ വീട്ടു ജോലി ചെയ്യണം. ഞാൻ ഈ വീട്ടിൽ കയറി വന്നപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തതാ. അന്ന് ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. അത് മമ്മിയുടെ കാലം, ഇത് വേറെ. ഷോണിൻ്റെ സ്വരം കുറച്ച് കടുപ്പമായി. സാറ എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും ഷോൺ ഇടയിൽ കയറി തന്നെ തുടർന്നു. നിദ്ര ഇവിടെ വേലക്കാരിയായി വന്നതല്ല, എൻ്റെ ഭാര്യയായിട്ടാണ് വന്നത്. ആ വാക്കുകൾ കേട്ടതും നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു, ആരും കാണാതിരിക്കാൻ. സാറയുടെ മുഖത്തും ഒരു നിമിഷം മൗനം പടർന്നു. മകൻ്റെ ശബ്ദത്തിൽ ആദ്യമായിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഉറച്ച നിലപാട് കേൾക്കുന്നത്. മമ്മി ഒറ്റയ്ക്ക് എല്ലാം ചെയ്യണ്ട. അതിനാണ് ജാൻസി ചേച്ചി വരുന്നത്. നാളെ മുതൽ അവർ വരും. ഇതിലിനി ഒരു സംസാരവും വേണ്ട. ഷോൺ, സാറയുടെ ശബ്ദം അല്പം തളർന്നു. മമ്മി, എനിക്കറിയാം എൻ്റെ മമ്മി ആരെയും വേദനിപ്പിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമം തോന്നുന്നത്. അത് പറഞ്ഞിട്ട് അവൻ നിദ്രയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ കയ്യിൽ നിന്നും ബക്കറ്റ് പതുക്കെ വാങ്ങിവെച്ചു. നിദ്ര, നീ പോയി റെഡിയാവും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിദ്ര പതുക്കെ അവനെ നോക്കി. ആ കണ്ണുകളിൽ ഇപ്പോഴും കണ്ണുനീരുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലൂടെ ഒരു ചെറിയ ആശ്വാസവും സുരക്ഷിതത്വവും തെളിഞ്ഞു നിന്നിരുന്നു. നിദ്ര മുകളിലേക്ക് പോയതും ഷോൺ തൻ്റെ മമ്മിക്ക് നേരെ തിരിഞ്ഞു. മമ്മി ലിയോട് പെരുമാറുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 പേരോട് 2 രീതിയിലുള്ള പെരുമാറ്റം. ട്രിപ്പ് കഴിഞ്ഞ് അവർ വരുമല്ലോ, ബാക്കി ഞാൻ അപ്പം പറയാം. അതും പറഞ്ഞ് ഷോണ് മുകളിലോട്ട് നടക്കുമ്പോൾ സാറ ഒരു നിമിഷം അവിടെ തന്നെ ഇരുന്നു. ഷോണിൻ്റെ വണ്ടി നിദ്രയുടെ കോളേജിന് വെളിയിൽ ചെന്ന് നിന്നതും നിദ്ര ഇറങ്ങണോ വേണ്ടയോ എന്ന പോലെ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് ഷോൺ അവളെ ഒന്ന് നോക്കി. എന്തേ, ഇറങ്ങുന്നില്ലേ? അത് പിന്നെ ഇച്ചായ, ഇന്ന് പോകണോ? ഇനിയിപ്പോൾ എക്സാമൊക്കെ ആയില്ലേ, വീട്ടിലിരുന്ന് പഠിച്ചാലും മതി. അത് വേണ്ട, അവിടെ ഇരുന്നുള്ള നിൻ്റെ പഠിത്തം നടക്കില്ല. നീ പെട്ടെന്ന് ഇറങ്ങിക്കേ. അതല്ല ഇച്ചായ, വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് പോവുമല്ലേ. എനിക്കെന്തോ ചമ്മൽ പോലെ. ഫ്രണ്ട്സൊക്കെയും ചോദിക്കും, ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, നിൻ്റെ ഇച്ചായൻ റൊമാൻറ്റിക് ആണോ എന്നൊക്കെയും. അവനോട് ഒട്ടിച്ചേർന്ന് അവൻ്റെ ഷർട്ടിൻ്റെ വിടവിലൂടെ കാണുന്ന രോമാവൃതമായ അവൻ്റെ നെഞ്ചിൽ വിരലിട്ടിളക്കിക്കൊണ്ട് നിദ്ര പറയുന്നുണ്ട്. അന്നേരം ഷോണിൻ്റെ ചുണ്ടിൽ നേർത്തൊരു ചിരി വിരിഞ്ഞു. ഷോണിൻ്റെ കണ്ണുകൾ അവളുടെ കഴുത്തിലെ ചുവന്ന പാടുകളിൽ തങ്ങി നിന്നു. ഇന്നലെ രാത്രിയിൽ താൻ സമ്മാനിച്ച പ്രണയത്തിൻ്റെ ശേഷിപ്പുകൾ. അന്നേരം അവൻ്റെ ചുണ്ടിലെ ചിരി കുറച്ചുകൂടി ആഴമായി. എൻ്റെ നിത്തൂസ് ഒരു കാര്യം ചെയ്യും, കൂട്ടുകാരികൾക്ക്
നിന്റെ കഴുത്തിലെ ഈ പാടുകൾ കാട്ടിക്കൊടുത്താൽ മതിയെന്നേ. അതൊക്കെ കണ്ടാൽ തന്നെ നിന്റെ ഫ്രണ്ട്സിന് പകുതി കാര്യവും മനസ്സിലാവില്ലേ? അവൻ ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ഛായ. നിദ്ര നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ ചെറിയൊരു അടിയിട്ടു. ഇച്ഛായ, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഇതുകൂടി കണ്ട അവരൊക്കെ എന്നെ കളിയാക്കും. കളിയാക്കട്ടെ. ഷോൺ അവളുടെ താടിയിൽ പിടിച്ചു മുഖം ഉയർത്തി. നമ്മൾ തമ്മിൽ സ്നേഹമുണ്ടെന്ന് അറിഞ്ഞാൽ അതിൽ നിനക്ക് നാണിക്കാൻ എന്താ ഉള്ളേ? നിദ്ര അവനെ തന്നെ നോക്കി നിന്നു. അവൻ്റെ ശബ്ദത്തിലെ ആ കരുതൽ അവളുടെ മനസ്സ് നന്നായി തൊട്ടിരുന്നു. പക്ഷേ ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഞാൻ എന്തു പറയും? അവളുടെ ആ ചോദ്യം കേട്ട് ഷോൺ ചെറുതായി അവളുടെ ചെവിക്കരികിലേക്ക് ചായഞ്ഞു. നീ പറയണം, നിന്റെ ഇച്ഛായൻ നിന്നെ ഉറങ്ങാൻ പോലും സമ്മതിച്ചിട്ടില്ല എന്ന്. ഇച്ഛായ? നിദ്രയുടെ കവിളുകൾ വീണ്ടും ചുവന്നു. അവൾ വേഗം വണ്ടിയുടെ ഡോർ തുറന്ന് ഇറങ്ങാൻ ഒരുങ്ങിയെങ്കിലും അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണു. ഹേയ്, ഒരു മിനിറ്റ്. നിദ്ര തിരിഞ്ഞു നോക്കിയതും അവൻ അവളുടെ നെറ്റിയിൽ പതുക്കെ ചുംബിച്ചു. ക്ലാസ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി, ഞാൻ വരാം. ബാക്കി റൊമാൻസൊക്കെ വീട്ടിൽ ചെന്നിട്ട്. അവൻ്റെ വാക്കുകൾ കേട്ടതും നിദ്രയുടെ മുഖത്ത് ഒരു നാണച്ചിരി വിരിഞ്ഞു. അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം നടന്നിട്ടും തിരിഞ്ഞ് അവനെ നോക്കുന്നുണ്ടായിരുന്നു. അവളെ തന്നെ നോക്കിക്കൊണ്ട് സ്റ്റിയറിൽ കൈവച്ച് ചിരിക്കുന്ന ഷോണിനെ അവൾ മതിയാകാത്തതുപോലെ നോക്കി നിന്നു. നിദ്ര പോയതും ഷോൺ വണ്ടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഡ്രൈവിങ്ങിനിടയിൽ ഷോണിൻ്റെ മനസ്സിലേക്ക് രാവിലത്തെ സ്ലീപ്പിംഗ് പിൽസിൻ്റെ കാര്യം കടന്നു വന്നു. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. ആ ഒരു ടാബ്ലറ്റ് നിദ്ര എന്ത് ചെയ്തു? ചിന്തകൾക്കൊടുവിൽ അവൻ്റെ മനസ്സ് എത്തി നിന്നത് അന്നത്തെ ആ ആദ്യ രാത്രിയിലേക്കും. അന്ന് പാല് കുടിച്ച ഉടനെ നടന്ന കാര്യങ്ങളൊക്കെയും അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. നിദ്ര പാല് കുടിക്കാതെ ഒഴിഞ്ഞു മാറിയതും അവൻ്റെ ചിന്തകളിൽ മുന്നിട്ട് നിന്നു. ഒടുവിൽ അവൻ ഉറപ്പിച്ചു ആ സ്ലീപ്പിംഗ് പിൽസ് അവൾ തനിക്ക് പാലിൽ കലർത്തി തന്നിരുന്നു. പക്ഷേ എന്തിന്? അതിന് മാത്രം അവൻ ഉത്തരം കിട്ടിയില്ല. അപ്പോഴും അവന് നിദ്രയോടുള്ള സ്നേഹത്തിൽ ഒരു കണിക പോലും കുറവില്ലായിരുന്നു. അവളെ തനിക്ക് നന്നായിട്ടറിയാം. അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ട്. അവൾ എന്തൊക്കെയോ തന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നു. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടലുമായി ഷോൺ ഹോസ്പിറ്റലിലേക്ക് വണ്ടി തിരിച്ചു. വൈകുന്നേരം 3 മണി നേരത്താണ് നിദ്രയുടെ കോൾ ഷോണിനെ തേടിയെത്തുന്നത്. ഹലോ ഇച്ചായ, എൻ്റെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ഇച്ചായ പിക്ക് ചെയ്യാൻ വരില്ലേ? ഇന്ന് നേരത്തെ കഴിഞ്ഞല്ലോ. ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ് നിദ്ര. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് പോര്. ഹോസ്പിറ്റലിലേക്കാണോ? എന്തേ, ഇങ്ങോട്ടുള്ള വഴി മാഡത്തിന് അറിയില്ല എന്നുണ്ടോ? 6 മാസം ഇവിടെ എന്നും കയറി ഇറങ്ങായിരുന്നല്ലോ. ഷോൺ ചിരിയോടെ പറഞ്ഞു. ഓ, എനിക്ക് വഴിയൊക്കെ അറിയാം, ഞാൻ വന്നോളാം എന്നും പറഞ്ഞ് പരിഭവിച്ച് നിദ്ര കോൾ അവസാനിപ്പിച്ചു. അതിനിടയിൽ ഒരു ഓട്ടോക്ക് കൈ കാണിച്ച് നിർത്തി. 15 മിനിറ്റ് നേരത്തെ യാത്രയ്ക്കൊടുവിൽ നിദ്ര ഹോസ്പിറ്റലിലെത്തി. നേരെ ഷോണിൻ്റെ OP റൂമിനരികിലേക്ക് നടന്നു. ഒരുപാട് രോഗികൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിദ്ര ഡോറിൽ തട്ടിയതും അവനെ അസിസ്റ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സ് ഡോർ തുറന്നു. നിദ്രയെ കണ്ടതും നേഴ്സ് ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം ഡോർ തുറന്നു അകത്തേക്ക് തലയിട്ട് ഷോണിനോട് നിദ്ര വന്ന കാര്യം പറഞ്ഞു. അവളോട് ഇങ്ങോട്ട് വരാൻ പറ എന്നുള്ള ഷോണിൻ്റെ അനുമതി കിട്ടിയതും നേഴ്സ് നിദ്രയെ അകത്തേക്ക് കയറ്റി വിട്ടു. OP റൂമിനകത്തെത്തിയ നിദ്രയുടെ കണ്ണുകൾ ഷോണിലേക്ക് നീണ്ടു. അവനൊരു വയസ്സായ സ്ത്രീയെ പരിശോധിക്കുന്നുണ്ട്. താൻ വന്നത് അറിഞ്ഞിട്ട് അവൻ്റെ നോട്ടം തന്നെ തേടിയെത്തിയില്ല എന്നത് അവളെ വിഷമിപ്പിച്ചു. മുഖത്ത് ആ പഴയ ഗൗരവം അത് കാണവേ നിദ്രയ്ക്ക് പോലും പേടി തോന്നി. രോഗിക്ക് വേണ്ട നിർദ്ദേശവും മരുന്നും കുറിച്ച് നൽകി അവർ പോയതും ഷോൺ നിദ്രയെ നോക്കി. അവിടുത്തെ സെറ്റ് ചൂണ്ടി അവിടെ ഇരുന്നോളാൻ പറയുമ്പോൾ മുഖത്തെ ഗൗരവത്തിന് ഒരു കുറവില്ല. അകത്ത് നേഴ്സ് കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് നിദ്ര തലയനക്കി അവിടെ മിണ്ടാതെയിരുന്നു. രോഗികൾ ഓരോന്നായി വന്നു പോയിക്കൊണ്ടിരുന്നു. അടുത്തത് രോഗിയായ അമ്മയും ഒരു മകളും കടന്നു വന്നു. മകൾ ഏതാണ്ട് നിദ്രയുടെ പ്രായം വരും, ചിലപ്പോൾ അതിനേക്കാളും കൂടും. സാരി ആയിരുന്നു അവളുടെ വേഷം. ഭംഗിയിൽ സാരി ഉടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള നീളമുള്ള മുടി അഴിച്ചിട്ട് അതിൽ മുല്ലപ്പൂവ് ചൂടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വട്ടമുഖവും കണ്ണുകളും. അവളെ കണ്ടതും നിദ്രയ്ക്ക് കുശുമ്പ് കുത്തി. ഇവളിത് കെട്ടിയൊരുങ്ങി കല്യാണത്തിന് വന്നതാ? നിദ്ര പിറുപിറുത്തു. അമ്മയെ ഷോൺ പരിശോധിക്കുമ്പോൾ മകള് അമ്മയുടെ രോഗവിവരങ്ങൾ പറയുന്നുണ്ട്. ഷോൺ ഇടയ്ക്കിടെ അവളെ നോക്കി മൂളുന്നുണ്ട്. ഇതെന്തിനാ അവളെ നോക്കുന്ന? അല്ലാതെ മൂളിയാ പോരെ? നിദ്ര പിറുപിറുത്തു. അതിനിടയിൽ സെൽഫി എടുത്ത് അവൾക്ക് തൻ്റെ അത്ര ഭംഗിയില്ലെന്ന് ഉറപ്പിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് നോക്കുന്നില്ല എന്ന് കരുതി മുഖം തിരിച്ചു നിന്നെങ്കിലും അവൾക്ക്
അങ്ങോട്ട് നോക്കാതിരിക്കാനായില്ല. ഷോൺ അവർക്ക് മരുന്ന് കുറിക്കുമ്പോൾ ആ പെണ്ണ് ഷോണിനെ സ്കാൻ ചെയ്യുന്നത് നിദ്രയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ അവൾക്ക് നേരെ ഇരിക്കാൻ പോലും പറ്റിയില്ല. ഇറങ്ങാൻ നേരം അവൾ ഷോണിനെ നോക്കി താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞതും ഷോൺ തിരികെ അവൾക്കൊരു പുഞ്ചിരി കൈമാറി. അവർ പോയതും നിദ്ര ഷോണിനരികിൽ വന്നു നിന്ന് അവനെ കൂർപ്പിച്ച് നോക്കി. അവൻ്റെ കയ്യിലിരിക്കുന്ന വെള്ളത്തിൻ്റെ ഗ്ലാസ് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ച് പുറത്തേക്ക് നടന്നു. അതിനിടയിൽ അവൾ തൻ്റെ കയ്യിലെ ഫോൺ അവൻ്റെ ടേബിളിൽ വെച്ച് മറന്നിരുന്നു. നിദ്ര പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടതും ഷോൺ ഒരു നിമിഷം അവളെ നോക്കി നിന്നു. പിന്നീട് മുന്നിലിരിക്കുന്ന ഫയൽ അടച്ചു വെച്ച് നഴ്സിനോട് പറഞ്ഞു അടുത്ത പേഷ്യൻറ്റിനെ 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ. നഴ്സ് ഒന്നും അമ്പരന്നെങ്കിലും തലയാട്ടി പുറത്തേക്ക് നടന്നു. ഷോൺ പുറത്തേക്ക് നടക്കാൻ നേരാണ് നിദ്രയുടെ ഫോൺ ശബ്ദിക്കുന്നത് ഷോൺ ശ്രദ്ധിക്കുന്നത്. ചീറ്റർ എന്നായിരുന്നു ഡിസ്പ്ലേയിൽ തെളിഞ്ഞത്. അത് കണ്ടതും ഷോണിൻ്റെ മുഖം ചുളുങ്ങി. അവൻ കോൾ എടുത്തില്ല. ഫുൾ റിംഗ് ചെയ്ത് കോൾ കട്ടായി. ഫോൺ പിന്നെയും ശബ്ദിച്ചതും ഷോൺ തിരികെ അവൻ്റെ ചെയറിൽ വന്നിരുന്നു. റിവോൾവിംഗ് ചെയറിൽ ചാരിയിരുന്ന് കണ്ണടച്ച് കിടന്നു. ആരായിരിക്കും ആ ചീറ്റർ? അവൻ ചിന്തിച്ചു. ഇതേ സമയം പുറത്തേക്ക് പോയ നിദ്ര ആ പെണ്ണിൻ്റെ പിന്നാലെ ചെന്ന് അവളോട് നിൽക്കാൻ പറഞ്ഞു. കുട്ടിക്ക് ഡോക്ടറെ ഇഷ്ടമായോ എന്നുള്ള നിദ്രയുടെ ചോദ്യം കേട്ട് അവൾ നിദ്രയെ കണ്ണ് വീഴ്ച നോക്കി. മടിക്കണ്ട കുട്ടി, പറഞ്ഞോളൂ. ഞാൻ കുട്ടിയുടെ കണ്ണിൽ കണ്ടിരുന്നു ഡോക്ടറോടുള്ള ആ പ്രണയം. ഞാൻ വേണമെങ്കിൽ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാം, നിദ്ര ചിരിയോട് പറഞ്ഞതും ആ പാവം കരുതി അത് സത്യമാണെന്ന്. അത് പിന്നെ ആർക്കാ ആളെ കണ്ട ഒന്ന് നോക്കാൻ തോന്നാത്തത്? നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. അവൾ മുഖത്ത് നാണൊക്കെയും വരുത്തി സാരത്തലപ്പ് ചുഴറ്റിക്കൊണ്ട് പറഞ്ഞു. തോന്നും. ദേ പെണ്ണ്, ഇങ്ങനെ നോക്കിയാലേ നിന്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും എന്നുള്ള നിദ്രയുടെ പറച്ചിൽ കേട്ട് ആ പെണ്ണിൻ്റെ നാണൊക്കെയും എങ്ങാണ്ടോ പറന്നുപോയി. അങ്ങേരെ എൻ്റെ കെട്ടിയോനെ ആരെങ്കിലും നോക്കിയാൽ ഞാൻ വെറുതെ ഇരിക്കുമോ എന്നും പറഞ്ഞ് അവളെ ദഹിപ്പിച്ച് നോക്കി നിദ്ര തിരിഞ്ഞു നടന്നു. നിദ്ര മുറിയിൽ വന്ന് അവനെ ശ്രദ്ധിക്കാതെ തിരികെ സെറ്റിയിൽ തന്നെ വന്നിരുന്നു. അത് കണ്ടതും ഷോൺ അവളുടെ അരികിൽ വന്നിരുന്നു. എന്താ പ്രശ്നം? നിദ്ര മുഖം തിരിച്ചു. ഒന്നുമില്ല, അവൾ മറുപടി പറഞ്ഞു. എന്നാ പിന്നെ എന്തിനാ ഇങ്ങനെ മുഖം വെറുപ്പിച്ച് നിൽക്കുന്നത്? അന്നേരം അവൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, എല്ലാവരോടും ചിരിച്ചും കളിച്ചും സംസാരിക്കും. ഞാൻ വന്നപ്പോൾ മാത്രം ആ മുഖത്ത് ഒരു തരത്തിലുള്ള ഭാവവും ഇല്ലായിരുന്നു. ഷോണിൻ്റെ കണ്ണുകളിൽ ചെറു അതിശയം നിറഞ്ഞു. അതുകൊണ്ടാണോ ഈ പിണക്കം? പിണക്കമൊന്നുമല്ല. പിന്നെ? അവളുടെ ശബ്ദം ഇത്തവണ തീരെ പതിഞ്ഞിരുന്നു. ഷോൺ കുറച്ചു നേരം അവളെ തന്നെ നോക്കി നിന്നു. പിന്നെ പതുക്കെ അടുത്തേക്ക് നീങ്ങി. അവിടെ ഞാൻ ഡോക്ടറായിരുന്നു നിദ്ര, വീട്ടിലെ ഷോണല്ല. അപ്പോൾ പിന്നെ ആ പെണ്ണിനോട് ചിരിച്ചതോ? അവൾ പെട്ടെന്ന് ചോദിച്ചതും ഷോണിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ഓ, കാര്യത്തിൻ്റെ കാതൽ ഇപ്പോഴാ കിട്ടിയത്. എനിക്കൊന്നും കേൾക്കണ്ട. അവൾ വീണ്ടും തിരിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചതും ഷോൺ അവളുടെ കൈ പിടിച്ചു. ഈ വന്നിട്ട് ഇത്രയും നേരം ഞാൻ നിന്നെ നോക്കാതിരുന്നത് എന്തിനാണെന്നറിയോ? അവൻ്റെ ചോദ്യം കേട്ട് നിദ്ര ഒന്നും പറഞ്ഞില്ല. ഒന്ന് നോക്കിയാൽ പിന്നെ ജോലിയൊന്നും നടക്കില്ലായിരുന്നു. അവളുടെ കണ്ണുകൾ അറിയാതെ അവൻ്റെ മുഖത്തേക്ക് ഉയർന്നു. കാരണം എൻ്റെ ശ്രദ്ധ മുഴുവനും നിൻ്റെ അടുത്തേക്കായി പോകും. നിദ്രയുടെ മുഖത്തെ ആ പിണക്കം പതിയെ മാഞ്ഞു തുടങ്ങി. പിന്നെ ആ പെണ്ണ്, അവളെന്നെ സ്കാൻ ചെയ്തോ ഇല്ലയോ എന്നെനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഭാര്യ അവളെ ഇരുന്ന് സ്കാൻ ചെയ്തതൊക്കെ ഞാൻ കണ്ടു. അവളുടെ കണ്ണുകൾ വലുതായി. ഇച്ചായൻ കണ്ടോ? അവൾ ചമ്മലോടെ ചോദിച്ചു. മുഴുവനും കണ്ടു. സെൽഫി എടുത്ത് കമ്പയർ ചെയ്തതും കണ്ടു. അത് കേട്ടതും നിദ്ര നാണം കൊണ്ടും ചമ്മൽ കൊണ്ടും അവൻ്റെ കയ്യിൽ ചെറുതായി അടിച്ചു. ഞാൻ പോവാ എന്നും പറഞ്ഞ് അവൾ പോകാൻ തിരിഞ്ഞതും ഷോൺ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. നിനക്കൊരു കാര്യം അറിയോ? എന്താ? അവൾ ചോദിച്ചു. എൻ്റെ കണ്ണിൽ എല്ലാവരേക്കാളും സുന്ദരി എൻ്റെ ഭാര്യ. അവനെന്ത് പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. അവൻ്റെ ചുണ്ടുകൾ നിദ്രയുടെ നെറുകയിലും കവിളിലും അമർന്നു. അടുത്ത നിമിഷം അത് അവളുടെ ചുണ്ടിലേക്ക് നീങ്ങുന്നത് കണ്ടതും നിദ്ര അവനെ സെറ്റിയിലേക്ക് തള്ളിയിട്ടു. അവൾ അവൻ്റെ മേലെ അമർന്നു. പകുതി തുറന്നു കിടക്കുന്ന അവൻ്റെ ഷർട്ടിൻ്റെ വിടവിലൂടെ കയറ്റി അവൻ്റെ നെഞ്ചിലൂടെ വിരലൊടിച്ചു. അവളുടെ വിരലുകളുടെ സ്പർശം അവൻ്റെ നെഞ്ചിലൂടെ സാവധാനം നീങ്ങുമ്പോൾ ഷോൺ അവളെ നോക്കി ചിരിച്ചു. ആ കണ്ണുകളിൽ പ്രണയവും കുസൃതിയും ഒരുപോലെ നിറഞ്ഞിരുന്നു. എൻ്റെ പെണ്ണ്
ഇത്രയും പോസസീവാണെന്നേ ഞാൻ അറിഞ്ഞില്ലല്ലോ. അവൻ പതുക്കെ പറഞ്ഞതും നിദ്ര അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. ഇച്ചായൻ ഇച്ചായൻ എൻ്റെ മാത്രം. അവളുടെ ശബ്ദം വളരെ മൃദുവായിരുന്നു. ഷോൺ അവളുടെ മുടിയിഴകൾ വിരലുകളിൽ കോർത്തു. പതുക്കെ തല ഉയർത്തിച്ചു. അങ്ങനെയാണോ? അത് ചോദിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. നിദ്ര ചുണ്ടുകൂപ്പി അവനെ നോക്കി. ഇച്ചായനെ വേറെ ആരെങ്കിലും നോക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് കേട്ടതും ഷോൺ ചെറുതായി ചിരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എന്നെ മാത്രം നോക്കണം. അവൾ കുട്ടിത്തം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഞാൻ നോക്കുന്നതും സ്നേഹിക്കുന്നതും ഈ ഒരു പെണ്ണിനെയാണ്. അവനത് പറഞ്ഞതും നിദ്രയുടെ കണ്ണുകൾ തിളങ്ങി. അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. ആ നിമിഷം ഇരുവരുടെയും ഹൃദയമിടിപ്പുകൾ പോലും ഒരേ താളത്തിലായി. അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഒരെണ്ണം അവൾ അഴിച്ചു മാറ്റി. അവൻ്റെ നെഞ്ചിലും കഴുത്തിലും അവൾ മതി വരാത്ത പോലെ ചുംബിച്ചു. അവളുടെ ചുംബന അവനെ തളർത്തി തുടങ്ങി. അവൻ അവളുടെ ചുണ്ടിന് കുറുകെ വിരൽ വെച്ചു. ഇനി ഓമിച്ച ഈ ചായനെ വേറെ മൂഡിലോട്ട് പോവും. മോളത് താങ്ങില്ല. ബാക്കി നിന്റെ വീട്ടിൽ വെച്ച് തന്നാൽ മതി. ഇന്ന് നിന്റെ ടേണാണ്. ഞാൻ കിടന്ന് തന്നേക്കാം. അവളെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് അവനത് പറഞ്ഞതും അവൾ അവൻ്റെ കവിളിൽ അമർത്തി കടിച്ചു. ആ നേരത്താണ് നിദ്രയുടെ ഫോൺ ശബ്ദിക്കുന്നത്. ശബ്ദം കേട്ട് ഇരുവരും അകന്നു മാറി. നിദ്ര തൻ്റെ ഫോൺ എടുത്ത് നോക്കി. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ട് അവളുടെ മുഖത്ത് പലതരം ഭാവങ്ങൾ മിന്നി മറയുന്നത് ഷോൺ ശ്രദ്ധിച്ചു. ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ അവൾ കോൾ എടുത്തില്ലായിരുന്നു. നിത്തു, നിന്റെ ഫോണ് നേരത്തെയും റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയി. ആരാ? വീട്ടിൽ നിന്നും അമ്മയാണോ? സോഫയിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ മുടിയും ഷർട്ടും നേരെയാക്കുന്നതിനിടയിൽ ഷോൺ പറഞ്ഞു. നിദ്ര അതെ എന്ന പോലെ മൂളി. ആ നേരത്താണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. ഷോൺ ധൃതിയിൽ ഡോറിൻ്റെ ലോക്കെടുത്ത് തൻ്റെ ചെയറിൽ വന്നിരുന്നു. അമ്മയോട് സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് നിദ്ര പുറത്തേക്ക് നടന്നു. അടുത്ത പേഷ്യൻറ്റിനെ വിളിക്കട്ടെ എന്നുള്ള നേഴ്സിൻ്റെ ചോദ്യം കേട്ട് ഷോൺ വിളിക്കാൻ പറഞ്ഞു. അതിനിടയിൽ നേഴ്സ് അവനെ നോക്കി ഒരുമാതിരി ചിരിക്കുന്നുണ്ട്. നേഴ്സ് പുറത്തു പോയതും ഇതിന് മാത്രം ചിരിക്കാൻ എന്താ എന്ന പോലെ ചിന്തിച്ചുകൊണ്ട് ഷോൺ അവിടെ ഉണ്ടായിരുന്ന മിററിന് മുന്നിൽ ചെന്ന് നിന്നു. തൻ്റെ കഴുത്തിലെ ഇരുവശത്തും ലിപ്സ്റ്റിക്കിൻ്റെ നിറം പറ്റിയിട്ടുണ്ട്. അതാണ് നേഴ്സിൻ്റെ ചിരിക്കു പിന്നില്ലെന്ന് അവന് മനസ്സിലായി. ആകെ നാണക്കേടായല്ലോ. ആ കുരിപ്പിന് ഇത് കൂടി തുടച്ചു തന്നിട്ട് പോയിക്കൂടായിരുന്നു എന്നും പെറുപെറുത്ത് കർച്ചീഫ് എടുത്ത് അത് തുടച്ച് കളഞ്ഞു. തൻ്റെ ചെയറിൽ വന്നിരിക്കുന്നതിനിടയിൽ അവൻ നിദ്രയുടെ അമ്മയ്ക്ക് കോൾ ചെയ്ത് സംസാരിച്ചു. നിദ്ര ഇപ്പോൾ അമ്മയോടല്ല സംസാരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തി. അപ്പോഴേക്കും അടുത്ത പേഷ്യൻ്റ് അകത്തേക്ക് വന്നു. ബാക്കിയുള്ള പേഷ്യൻസിനെ പരിശോധിക്കുന്നതിനിടയിൽ നിദ്ര അങ്ങോട്ട് വരികയും സോഫയിൽ വന്നിരിക്കുകയും ചെയ്തു. അവളുടെ മുഖം വാടിയിരിക്കുന്നത് ഷോൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.